ഒരാളിൻ്റെ വ്യക്തിത്വ വികസനത്തിൽ ഒരു ഫാമിലിക്കും സൊസൈറ്റിക്കുമുള്ള ഒരു പങ്ക്. പേരൻസിൻ്റെ റൈറ്റ് ആയിട്ടോ, പേരൻസ് എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ് ആയിട്ട് ഒരിക്കലും ഒരു കൊച്ചിനെ കൊടുക്കാൻ പാടില്ല. എനിക്ക് 15-ാം വയസ്സിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്കറിയാം ഒരു വഴിയില്ല. ഞാൻ ഡോക്ടറായപ്പോലും എനിക്കറിയാൻ വഴിയൊന്നുമില്ല. ഞാൻ ഈ ഫീൽഡിലോ അല്ലെങ്കിൽ എനിക്ക് ഫീൽഡിൽ അറിയാവുന്ന ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ചാൻസ് ദർ. മിക്ക ഇൻസിഡൻസിലും മിക്ക ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ റിയാലിറ്റി വേറെയാണ്, പേഴ്സണൽ റിയാലിറ്റി വേറെയാണ്. നമ്മളിപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ട് മാറി. ഇപ്പോൾ നമുക്കറിയാം, ഡോക്ടർ പണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 70s ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വരെ സ്വന്തമായ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിൽ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ വെർച്വൽ വേൾഡിലെ നമ്മുടെ ഒരു പെരുമാറ്റവും അതുപോലെ നമ്മുടെ ഒരു റിയൽ ഫിസിക്കൽ വേൾഡിലെ പെരുമാറ്റവും. ഇപ്പോൾ പലരും ആ രീതിയിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന പലരെയും നമുക്ക് കാണുകയും ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്ടർ ഷഹനയുടെ മരണത്തിന് ശേഷം ആ പ്രതിശ്രുതവരനായിരുന്ന ഡോക്ടർ റുവൈസ്, ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്തിരുന്ന മനുഷ്യനാണ്. ഇയാൾ സ്ത്രീധനം വാങ്ങില്ല എന്ന് സത്യവാങ്മൂലം എഴുതി കൊടുത്ത ആളാണെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ ഇയാളുടെ സ്വഭാവം ഇതാണ്. എന്നിട്ട് ഇയാൾ തന്നെയാണ് എനിക്ക് ഇത്രയും സ്ത്രീധനം വേണമെന്ന് ഡിമാൻഡ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും സൊസൈറ്റിയെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മളൊരു കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് അങ്ങ് റിയാക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഒരു ആളവിടെ വീണ് കിടന്നു കഴിഞ്ഞാൽ ഇയാളെ ഒന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് പകരം ഓക്കെ ഞാൻ പോയിട്ടൊരു പോസ്റ്റ് ഇട്ടേക്കാം എന്ന ഒരു നിലവാരത്തിലേക്ക് കുറേ ആൾക്കാരെങ്കിലും മാറിയിട്ടില്ല. അതിനെ സത്യം പറഞ്ഞാൽ ഞാനൊരു പരിധി ആൾക്കാരെ കുറ്റം പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചിലെ തൊട്ട് നമ്മൾ ലൈക്സോ കമൻസോ കാര്യങ്ങളോ കണ്ട് വളരുന്ന ഒരു യുവത്വമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനോട് കൂടുതൽ അട്രാക്റ്റഡ് ആവും. പിന്നെ ഇതിനൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ തന്നെ ഉണ്ട്. നമ്മൾ ഏതൊരു കാര്യത്തിനെയാണോ നമ്മൾ ഇപ്പം പോൺ കാണുന്ന ആൾക്കാർ, ഏറ്റവും വലിയ പോണിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അവരായിരിക്കും. മദ്യവിമുക്ത സമരം നടത്തുന്നത് ഏറ്റവും നല്ലോണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. സോ ദാറ്റ് അവരുടെ റിയാലിറ്റിയിൽ അറ്റ്ലീസ്റ്റ് അവരൊരു സമാധാനം കണ്ടെത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്രെഡിബിലിറ്റി തരുന്നൊരു സമൂഹമാണ്. ഇഫ് യു സ്പീക്ക് ലൗഡർ യുവർ വോയിസ് വിൽ ബി ഹേർഡ് എന്നല്ല, ഇഫ് യു സ്പീക്ക് ലൗഡർ ഒൺലി യുവർ വോയിസ് വിൽ ബി ഹേർഡ് എന്നാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന, അങ്ങനെ ക്രെഡിബിലിറ്റി കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പം അതിനകത്ത് എത്ര വൈറലാവാം എന്നും കൂടെ ആലോചിക്കുന്നൊരു കമ്പോണൻറ്റ് നമുക്ക് കോഗ്നിറ്റീവ്ലി കയറി. അപ്പോൾ എത്ര വൈറലാവാം എന്ന് ആലോചിക്കുന്നൊരു കമ്പോണൻറ്റിനെ കോഗ്നിറ്റീവ്ലി എവല്യൂഷണറി വൈസ് കയറ്റിയതാരാ? സാഹചര്യമാണ്. സോ ബിഹേവിയറലി നമ്മൾ മോഡിഫൈഡ് ആവുന്നുണ്ട്. സോ പണ്ടില്ല നമ്മൾ ആരും ഫോട്ടോജനിക് അല്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആരും ഫോട്ടോജനിക് അല്ലാത്ത, നല്ല രീതിയിൽ പോസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. നല്ല ഒരു വെഡ്ഡിങ് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ഒരാളെ പിടിച്ച് നാളെ സിനിമാറ്റോഗ്രാഫിയുടെ പണിക്ക് വിട്ട് കഴിഞ്ഞാൽ മോശമല്ലാത്തൊരു ജോബ് ചെയ്യും. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ആൾക്കാർ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുക. സോ എത്ര നല്ലോണം റിയാക്ട് ചെയ്യുന്നോ ആ റിയാക്ഷൻ്റെ വയലൻസോ അല്ലെങ്കിൽ റിയാക്ഷൻ്റെ ബഹളമോ ആണ് അവിടെ നോട്ട് ചെയ്യുന്നത്, നോട്ട് ദ കണ്ടൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരാളിപ്പം ഡോക്ടർമാരുടെ ആ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഡോക്ടർമാർക്ക് ഉണ്ടായ വയലൻസിനെതിരെ സംസാരിക്കുകയാണ്. ഒരാൾ തൊള്ള പൊട്ടി കരയേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർമാരുടെ വയലൻസിനെ കുറിച്ച് സംസാരിക്കാൻ. കാര്യമായിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇമോഷണലി അത് സംസാരിക്കുമ്പം അയാളുടെ കയ്യിൽ നിന്ന് പോവാം, പറയാം, എല്ലാം ചെയ്യാം. പക്ഷേ അതും അയാളുടെ പേഴ്സണൽ ലൈഫായിട്ടൊരു ബന്ധവുമില്ല. ഓക്കെ, പേഴ്സണൽ ലൈഫിൽ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇൻകൾക്കേറ്റ് ചെയ്ത ബിലീഫ് സിസ്റ്റംസും അയാളുടെ അപ്ബ്രിങ്ങിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതും അയാളുടെ സോഷ്യൽ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. സോഷ്യൽ റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ആണ് ആക്ച്വലി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഈ ഇൻസിഡൻറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്ക ഇൻസിഡൻസിലും മിക്ക ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ റിയാലിറ്റി വേറെയാണ്, പേഴ്സണൽ റിയാലിറ്റി വേറെയാണ്. ഇതിന് രണ്ടിനും കണക്ഷൻ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് പോലും നമ്മളുടെ ഒരു ഹാലോ ഇമേജ് സാധനമാണ്. ഹാലോ ഇമേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ക്രിസ്ത്യനെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടു, ക്രിസ്ത്യനയുടെ കുറേ കൺസെപ്റ്റുകൾ കേട്ടു, എനിക്ക് തോന്നി ഭയങ്കര നല്ല ലിബറൽ പ്രോഗ്രസീവ് ചിന്താഗതികളുള്ള ഒരാൾ. അപ്പം ഇതേ ഐഡിയാസ് ഉള്ള ആൾ ഉറപ്പായിട്ടും പേഴ്സണൽ ലൈഫിൽ നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും, ഭയങ്കര ക്വാളിറ്റി പാരൻറ്റിങ് ആയിരിക്കും കൊടുക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ഒരു ഹാലോ ഇമേജാണ്. സോ ഇതുപോലത്തെ കാര്യങ്ങളിൽ നമ്മൾ ഒരു ഹാലോ എഫക്റ്റ് എന്ന് പറയും. അപ്പം ഹാലോ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇപ്പം ഈ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, പുള്ളി യഥാർത്ഥ റിയാലിറ്റിയിൽ എന്തായിരുന്നു, പുള്ളി പ്രൊജക്റ്റഡ് റിയാലിറ്റി എന്താണ്, പുള്ളി ഒരു ഡോക്ടറാണ്, പുള്ളി ഒരിക്കലും ഇങ്ങനെ ചെയ്തുകൂടാ. പക്ഷേ
ഒരു കൊച്ചു ആത്മഹത്യക്കുറിപ്പില്ലേ വളരെ സിമ്പിളായിട്ട് എഴുതി വെക്കുകയാണ്, പണമാണ് വലുത്, പണമാണ് എല്ലാവർക്കും വേണ്ടത്, ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എന്തിനാണ് ജീവിക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്നൊരു സമൂഹം വളരെ സിമ്പിളായിട്ടങ്ങ് റിയാക്ട് ചെയ്യുവാണ് ദാറ്റ് യെസ്, സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാതിരുന്നു, ആ പ്രണയിച്ചിട്ട് സ്ത്രീധനം കൊടുക്കാതിരുന്നു, അതൊരു വലിയ ഗ്രേവ് റീസണാണ് ആത്മഹത്യക്ക്. പിന്നെ വേറെ വഴിയൊന്നും വേറെ ഇതൊന്നും വേണ്ടല്ലോ, വേറെ റീസണൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നൊരു സമൂഹം സൂയിസൈഡിനെ നോർമലൈസ് ചെയ്യുമല്ലേ. സ്ത്രീധനം ആക്ച്വലി കൊടുക്കാനില്ല, ഓക്കെ, 15 ചോദിച്ചോ 50 ചോദിച്ചോ 100 ചോദിച്ചോ, ഇറ്റ് ഡസൻ മാറ്റർ. കൊടുക്കാനില്ലെങ്കിൽ ഒരാൾ സൂയിസൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നതും ആക്ച്വലി മോശമാണ്. അതിനെ നോർമലൈസ് ചെയ്താൽ ഇത് കേൾക്കുന്ന നാളെ ഏതൊരു സ്ത്രീധനത്തിൻ്റെ കാര്യം ചോദിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഏതൊരു വീട്ടിലെ പെൺകുട്ടിയും കൂടുതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്കല്ലേ പോകുന്നത്. എന്നെ കാണാൻ കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ് മറ്റേ ഡോക്ടറിന് പോലും ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഗതി വന്നു. ദാറ്റ് മീൻസ് പഠിക്കുന്ന ആൾക്കാരായ ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴും. അതായത് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങി നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ ഈ ഡോക്ടർ സമൂഹത്തിൽ നിന്ന് വിട്ട് വേറെ സമൂഹത്തിൽ ചെന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംസാരമുണ്ട്, നിങ്ങളെന്താ ഇത്ര വലിയ മണ്ടത്തരം കാണിച്ചത്, നിങ്ങളൊരു ഡോക്ടറല്ലേ. ഞാനിങ്ങനെ ഫൈനാൻഷ്യൽ കാര്യത്തിൽ എനിക്ക് മണ്ടത്തരം കാണിക്കാം, എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ അതല്ല ഡോക്ടർമാരുടേത്. അപ്പം ഒരു ഡോക്ടർ, ഇത്രയും നല്ല പഠിച്ച PG വരെ എത്തിയ ഒരു ഡോക്ടർ ഒരു സ്ത്രീധനത്തുക അല്ലെങ്കിൽ സ്ത്രീധനത്തുകയുടെ പേരിൽ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മരണം പോലും സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരൻ്റെ വീട്ടിലെ പെൺകുട്ടികൾക്ക് എന്താ, അവർക്ക് ഉറപ്പായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അവർക്ക് അവരുടെ ബോഡിയെ ഷെയിം ചെയ്യാനൊക്കെ തോന്നത്തില്ലേ. അപ്പോൾ ഒരിക്കലും അതല്ല അവിടെ നോർമലൈസ് ചെയ്യേണ്ടത്. അത് ആക്ച്വലി അവിടെ ആ കൊച്ചിന് ഹെൽപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ ചോദിക്കേണ്ടത്. അതായത് ആ കൊച്ചിന് ഈ ലെവലിൽ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്, ഇപ്പം ഞാനും അതേ മെഡിക്കൽ കോളേജിൽ പഠിച്ച എനിക്ക് അവിടുത്തെ സിസ്റ്റം അറിയാം. അപ്പം ഇതേ മെഡിക്കൽ കോളേജിൽ ഇത്ര സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിച്ചിട്ട് ഇതേ പ്രശ്നം ഉണ്ടാകുന്ന ആദ്യത്തെ കൊച്ചല്ലത്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് ഹെൽപ്പ് കൊടുക്കാൻ അവിടെ ഒരു സിസ്റ്റം വേണം. ഇപ്പം ഹെൽപ്പ് കൊടുക്കാനായിട്ട് ആക്ച്വലി ഒരു സിസ്റ്റം ഉണ്ടായാലും അതിന് സീക്ക് ചെയ്യാനായിട്ടുള്ളൊരു സന്നദ്ധതയും കൂടെ വേണം. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പണ്ട് കോവിഡിൻ്റെ സമയത്ത് പ്രശ്നം ഉണ്ടായ സമയത്ത് അവർ സൂയിസൈഡിന് റിലീഫ് എന്നുള്ള സൂയിസൈഡിന് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടി നടന്ന് എല്ലാവർക്കും ഇതുപോലത്തെ ഹെൽപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ സമൂഹത്തിൽ അവർ ഹെൽപ്പ് സീക്ക് ചെയ്യില്ല. എനിക്ക് ഉള്ള ഒരു ക്ലയൻസിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ സീക്ക് ചെയ്യില്ല. അവർ സീക്ക് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവർ ഡോക്ടർ സമൂഹത്തിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് ആക്ച്വലി അവർ ജസ്റ്റ് വിളിച്ച് ചോദിക്കുന്നത് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ചെക്കിങ് വിത്ത് യു, അത്രേ ഉള്ളൂ. അപ്പം പ്രൊഫഷണൽ സമൂഹത്തിൽ ഈ ഹെൽപ്പിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ ആക്ച്വലി അഡ്രസ്സ് ചെയ്യേണ്ടത്. റാദർ ദാൻ അത് മെഡിക്കൽ കോളേജിൽ നിൽക്കുക, ഇതിൽ കൂടുതൽ നല്ലൊരു സ്ഥലമില്ല ഹെൽപ്പ് കിട്ടാൻ. അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട്, ആക്സസ് ഉണ്ട്, നല്ല ഇനി വേണ്ട, ഇനി കൺസൾട്ടേഷനായിട്ട് എടുക്കേണ്ട, ഒരു PG വിളിച്ച് സംസാരിക്കുക, ഒരു ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കുക, അങ്ങനെ ആക്സസ് എല്ലാം ഉണ്ട്. പക്ഷേ കൺസെപ്റ്റ് വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ പൊളി ഒരു നല്ല കൺസെപ്റ്റ് വേറെ ഉണ്ട്, സ്ത്രീധനം ഇല്ല, പ്രണയിച്ചതിന് ശേഷം സ്ത്രീധനം കിട്ടാത്തതുകൊണ്ടോ സ്ത്രീധനം നമ്മൾ ഉദ്ദേശിച്ച തുക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടോ ആൾ നമ്മളെ വിട്ടു. സോ വി can get rejected even if we have all the beauty, all the brains in the world എന്നുള്ള ഒരു ഐഡിയ ആ കൊച്ചിൻ്റെ തലയിൽ കയറി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഡിസ്റ്റോർട്ടഡ് ഐഡിയാസ് ഒരു സമൂഹത്തിൻ്റെ തലയിലോ ഒരു കൊച്ചിൻ്റെ തലയിലോ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ല. അപ്പം അതാണ് അവിടെ ആക്ച്വലി കറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ മറ്റേ പുള്ളിക്കാരൻ്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്ത ഹിപ്പോക്രസി ആവാം, പ്രൊജക്റ്റഡ് റിയാലിറ്റിയും പുള്ളിയുടെ പേഴ്സണൽ റിയാലിറ്റി ആയിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയതാവാം. പക്ഷേ അതിന് നമുക്ക് ലീഗലാണത്, അത് മാറി. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. പുള്ളിക്കാരൻ ചെയ്ത മോശമാണോ, അതിന് പോലീസിൻ്റെ എവിഡൻസ് ഉണ്ടോ, ലീഗൽ കാര്യമാണ്. അതിനെക്കുറിച്ചൊരു സമൂഹം കീറി മുറിക്കുന്നതിന് മുന്നേ ആലോചിക്കേണ്ടത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു PG ഡോക്ടറിന് ഇങ്ങനെ എഴുതാൻ എങ്ങനെ പറ്റുന്നു, ആ ഡോക്ടർ ആ ലെവലിലേക്ക് സ്റ്റൂപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടും അത് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ അവയർനെസ് കൂടുതൽ കൊടുക്കേണ്ടത്, അവിടെയല്ലേ സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് മെഡിക്കൽ കോളേജിൽ ഒരു PG ഡോക്ടർ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിയുള്ള ഡോക്ടർമാർക്ക് ഇവിടെ IQൻ്റെ വിഷയമല്ല. ആ ഡോക്ടർ ഉറപ്പായിട്ടും നല്ല IQ ഉള്ള കുട്ടി, അല്ലെങ്കിൽ അവിടെ വരെ എത്തത്തില്ല. പക്ഷേ ആ ഡോക്ടറിൻ്റെ EQ, ഇമോഷണൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ ആ കുട്ടിയെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഹൗസ് അറൻസി സമയത്ത് നമുക്ക് എല്ലാവരും വർക്ക് തരാൻ ഭയങ്കര നല്ല രീതിയിൽ പണിപ്പെടുന്ന ആൾക്കാരാണ്. അതായത് 1 മാസം ഇവിടെ, 2 മാസം സർജറി, അങ്ങനെ ഇങ്ങനെയൊക്കെ തരും. സൈക്കാട്രിക്ക് കിട്ടുന്ന സമയം 14 ദിവസമാണ്. ഈ 14 ദിവസത്തിനകത്ത് എന്തൊക്കെ കാര്യം പഠിക്കണം? 14 കണ്ടീഷൻ പഠിക്കാൻ പോലും സമയം കിട്ടില്ല. 14 കണ്ടീഷനൊന്നും പഠിക്കേണ്ട. ഒരു കാഷ്വാലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ വയലൻസോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രിലിമിനറി ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് മയപ്പെടുത്തുക. അല്ലെങ്കിൽ പുതിയ ഡോക്ടർമാരാകുമ്പോൾ അവർ ആവേശത്തോടു കൂടി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ആവേശത്തോടു കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു സാഹചര്യം എന്തൊക്കെ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ വയലൻസ് ഉണ്ടാവാം, ഇത് അവരുടെ ഇമോഷണൽ
ഇമോഷണൽ ഇൻ്റലിജൻസിനെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇത് ട്രെയിൻ ചെയ്യണം. ഇത് ട്രെയിൻ ചെയ്യാത്തിടത്തോളം കാലം ഉറപ്പായിട്ടും അവിടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇനി ഡോക്ടർ പോപ്പുലേഷന് ബേസിക്കലി കൊടുക്കുന്ന സെക്യൂരിറ്റിയോ കാര്യങ്ങളോ എത്ര തന്നെ വർദ്ധിപ്പിച്ചാലും, എത്ര നല്ലോണം വർദ്ധിപ്പിച്ചാലും വയലൻസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടർ എന്ന് പറയുന്ന സംഭവത്തിനോട് ആ റെസ്പെക്റ്റ് അവിടെ ഉണ്ടാവണം ഇൻസൈഡ് ദ കോമ്പൗണ്ട്. ആ ഇൻസൈഡ് ദ കോമ്പൗണ്ട് റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകത്തില്ല. സോ റെസ്പെക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? ഞാൻ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ മാം എന്ന് വിളിച്ചിട്ടാണ്. ഞാൻ നിങ്ങളെ മാം എന്ന് വിളിച്ചില്ലെങ്കിൽ അവിടെ റെസ്പെക്റ്റ് ഇല്ല. സോ മ്യൂച്വൽ റെസ്പെക്റ്റ് കൊളീഗ്സ് തമ്മിൽ അവിടെ ഉണ്ടാകുമ്പം വേറെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടത്തില്ല. ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ ഒരു വലിയൊരു ഹീറോയെ ഏറ്റവും നല്ലോണം ഹൈലൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി സപ്പോർട്ടിംഗ് ആക്ടറിൻ്റെ അടുത്ത് 10 ഡയലോഗ് കൊടുത്താൽ മതി. ഇങ്ങനെ അയ്യോ അയാൾ വരുന്നു, പിന്നെ ആൾ വരുമ്പോഴുള്ള എക്സ്പ്രഷൻ അതാണ്. സിമിലർലി ആ ഡോക്ടറിനെ, ഒരു ഹൗസ് സർജനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ഒരു കാഷ്വാലിറ്റി ട്രീറ്റ് ചെയ്താൽ അവിടെ റെസ്പെക്റ്റ് കിട്ടും. പക്ഷേ ഒരു ഹൗസ് സർജനെ അവിടെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് എനി അതർ ഒരു സാധാ വർക്കർ, അത്രേ ഉള്ളൂ. ഈവൻ അവിടുത്തെ കഷ്ടപ്പെട്ട് ഓടുന്ന നേഴ്സുമാർക്ക് പോലും അവരുടേതായ റെസ്പെക്റ്റ് കിട്ടാറില്ല. സോ റെസ്പെക്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ മ്യൂച്വലി റെസ്പെക്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ഹൈറാർക്കി നല്ല വൃത്തിക്ക് നടക്കണം. ഹൈറാർക്കി കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ ആക്ഷൻസ് ഉണ്ടാവണം. ഈ ആക്ഷൻസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വയലൻസ് ഉണ്ടാവും. അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ മാത്രമല്ല, സെക്യൂരിറ്റി അവിടെ ഉണ്ടാവണം എന്നുള്ളത് വേറെ ആരുടെയൊക്കെയോ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടായില്ലെങ്കിൽ അവിടെ ഒരാളെ സെക്യൂരിറ്റിയെ മാത്രം കുറ്റം പറയുന്നുണ്ടോ, പ്രായമുള്ളൊരു അച്ചാച്ചനെ മാത്രം കുറ്റം പറയുന്നുണ്ടോ, കാര്യമില്ല അവിടെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സമൂഹം ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരേ വർക്ക് പ്ലേസിൽ 2 ആൾക്കാർ, ഒരു വ്യക്തി കൃത്യമായി വളരെ പങ്ക്ച്വലായിട്ട് ജോലി ചെയ്യുന്നു, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷേ ഈ ആൾ വളരെ സൈലൻ്റായിട്ട് ആളിൻ്റെ ജോലി ചെയ്തിട്ട് പോകുന്നു. ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതേസമയം ഈ ആളെക്കാളിൽ കുറവ് ജോലി ചെയ്യുന്ന ഒരാൾ വളരെ വൈബ്രൻ്റായിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ജോലി ചെയ്യുന്നു, പക്ഷേ ആ വ്യക്തി സ്മാർട്ടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കൗണ്ട് ചെയ്യപ്പെടുകയും ആ വ്യക്തിയെ ഈ പറയുന്നത് പോലെ തന്നെ ജോലിയുടെ എല്ലാ ഉയരങ്ങളിലേക്കും ഈ വ്യക്തി എത്തിപ്പെടുകയും മറ്റേ വ്യക്തി കൂടുതൽ ജോലി ചെയ്യുകയും എന്നാൽ ആ വ്യക്തി തഴയപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സമൂഹം ഒരു പരിധിവരെ മാനിയാക്സിനെയാണോ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് തോന്നാറ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞേ മാനിയാക്സ് അല്ല. നമ്മൾ ആക്ച്വലി ട്രെയിൻ ചെയ്യുന്നൊരു സാധനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ വീഡിയോ ഇറങ്ങിയ ആ കൊച്ചിൻ്റെ വീഡിയോയ്ക്ക് ആക്ച്വലി എത്ര ലൈക്ക് ഉണ്ടെന്ന് ആദ്യം നോക്കുന്നത് റാദർ ദാൻ കൊച്ചെന്തോ പറയുന്നതിന്. സോ അത് ആ കൊച്ചിനും അറിയാം. അങ്ങനെ കൊച്ചു വളർന്നു വരുമ്പം കൊച്ചെന്തായാലും ലൈക്സ് അല്ലേ ആദ്യം നോക്കത്തുള്ളൂ. സോ ആ കൊച്ച് സംസാരിക്കും, അതിനനുസരിച്ച് ടോൺ മാറ്റി തുടങ്ങും, ആക്ഷൻസ് മാറി തുടങ്ങും, അതിനനുസരിച്ച് എക്സ്പ്രഷൻ മാറും. സിമിലർലി ഒരു ജോബിന് ഒരു ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ആ ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ എല്ലാ ഹ്യൂമൻസിനും കഴിവുണ്ട്. പിന്നെ ചിലർക്ക് അത് അവരുടെ ഏരിയ അല്ല, അത് അവർക്ക് പറ്റത്തില്ല. ഒരു പരിധിക്കപ്പുറം അവരെ തന്നെ സെൽഫ് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്ന കാര്യമല്ല. സോ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ മെട്രിക്സും കാര്യങ്ങളും വെക്കുന്നത് സെൽഫ് മാർക്കറ്റിങ്ങിനാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ് ഒരു ഫെയിലിയറായി പോകത്തുള്ളൂ. അപ്പം സെൽഫ് മാർക്കറ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ മാത്രം കൊണ്ട് നമ്മൾ ഒരു ഓർഗനൈസേഷൻ നടത്തുവാണെങ്കിൽ ഒരു മൾട്ടി ലെവൽ ബിസിനസ് അല്ലെങ്കിൽ മൾട്ടി ടയർ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ അല്ലാതെ ഒരു പ്രോപ്പർ സർവീസ് ഇൻഡസ്ട്രിയോ ഒരു പ്രോപ്പർ നല്ല ഒരു ഫിനാൻഷ്യൽ ഫേമോ ഒരു ബിസിനസ് ഓർഗനൈസേഷനോ ഒന്നും പണി അറിയാത്ത ആൾക്കാർ അവരെ സെൽഫ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നടക്കത്തില്ല. ഒരു പരിധി വരെ പോവും, അതൊരുമാതിരി മറ്റേ ഗൂഗിൾ ആഡ്സ് കൊടുക്കുന്ന പോലെയുള്ളൂ. ഒരു പരിധി വരെ പോവും, പക്ഷേ എന്ന് നമ്മൾ പൈസയുടെ സപ്പോർട്ട് പിൻവലിക്കുന്നോ അന്ന് കഴിയും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ആൾക്കാരെ സമൂഹം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ കേൾക്കുന്നുള്ളൂ, സൊസൈറ്റിയുടെ മുന്നിലോട്ട് വരുന്നുള്ളൂ. പക്ഷേ അല്ലാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും അവർക്ക് ജീവിത വിജയം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന കണക്കിരിക്കും. അവർക്കിപ്പം 10 പേരുടെ പേരിൽ പേരുണ്ടാക്കണം എന്നില്ല, അവർക്ക് നാട്ടുകാരുടെ ഫ്രണ്ടിൽ നല്ല കാറിൽ പോകണമെന്നല്ല, അവർക്ക് അവരുടെ വർക്ക് കഴിഞ്ഞ് കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം, നല്ല രീതിയിൽ ജീവിക്കണം. അതാണ് അവർ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് അവർക്കൊരു ഇൻസ്റ്റാ സ്റ്റോറി ആയിട്ട് ഇട്ട് ഓർഗാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം എത്ര നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ആപേക്ഷികമായ ചോയ്സാണ്. അപ്പോൾ അത് സബ്ജക്റ്റീവായിട്ടുള്ള ആ ചോയ്സ് കൃത്യമായി എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സമൂഹം ഇങ്ങനത്തെ ആൾക്കാരെ ആക്ച്വലി ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല പറയണ്ടേ. സമൂഹത്തെക്കാട്ടിയും സമൂഹത്തിന് കൊടുക്കുന്ന ഫീഡ് ഇങ്ങനത്തെ ആൾക്കാരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഇല്ലാതിരുന്ന സമയത്തോ ഫേസ്ബുക്ക് വലിയ ഹിറ്റ് ആവാതിരുന്ന സമയത്ത് ജിയോ 4G ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എവിടെയൊക്കെ പോയി എവിടെയൊക്കെ കറങ്ങാൻ പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലേ അറിയത്തുള്ളൂ. ഇപ്പോൾ അതല്ലാതെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റുകൾ മാറുന്നുണ്ട്. സോ മനസ്സിൽ തന്നെ നമുക്കിപ്പോൾ ഒരു രാജ്യം എബ്രോഡ് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം വന്നാൽ അതുപോലും ഇച്ചിരി റോങ് ടാർഗറ്റാണോ ചീപ്പാണോ എന്നൊക്കെ വരെ നമുക്ക് അനാവശ്യമായ ഡേറ്റാ സെറ്റ് വരുന്നുണ്ട്. സോ ഈ ഡേറ്റാ സെറ്റ് വരുമ്പം ബയസ്ഡ് ആയിട്ടുള്ള പോളറൈസ്ഡ് ആയിട്ടുള്ള ഇത് കുറച്ചും കൂടെ ഷോ ഓഫ് ചെയ്യുന്നുള്ള ഡിസിഷൻസ് എടുക്കാനേ എല്ലാവരെയും പ്രേരിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഫീഡ് നന്നാവാത്തിടത്തോളം കാലം
ആൾക്കാർക്ക് നന്നാവാൻ പറ്റില്ല. ഇപ്പോൾ ബേസിക് ഫീഡ് നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന പത്രം, ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ എന്ന് നോക്കിയാൽ തന്നെ അവരുടെ ഫീഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇത്ര നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഫീഡ് ഇൻസ്റ്റയും തരും, ഫേസ്ബുക്കും തരും. അപ്പം ഈതർ വി ഹാവ് എ പേഴ്സണൽ ചോയ്സ് ദാറ്റ് ഇത് നമ്മളെ പോളറൈസ് ചെയ്യാനുള്ള ഫീഡാണ്, നമ്മളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനോട് കൂടെ ഫ്ലോയിലൂടെ പോവുക. സോ ഫ്ലോയിലൂടെ പോകണോ വേണ്ടയോ എന്നുള്ളത് ഒരു പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ആർക്കും അറിഞ്ഞൂടാത്ത കാര്യമല്ല ബേസിക്കലി സോഷ്യൽ മീഡിയ കാര്യങ്ങളിലും എങ്ങനെയാണ് നമ്മുടെ ഫീഡ് എടുക്കുന്നതെന്നുള്ളത്. സോ ഇത്രയും മനസ്സിലാക്കിയിട്ടും നമുക്ക് ആ പോളറൈസ്ഡ് ഫീഡിൻ്റെ കൂടെ പോകാനും ആ പോളറൈസ്ഡ് ഫീഡ് തരുന്ന ആൾക്കാരും കൂടുതൽ ലൈക്സും കമൻസും ഉള്ള ഒരു കണ്ടൻറ്റിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാനും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദ കണ്ടൻറ്റ്, ഓർ യു ക്യാൻ ആക്ച്വലി ഈവൻ സെലക്ട് ദ കണ്ടൻറ്റ് ബൈ നമുക്കൊരു വലിയ മത്സരബുദ്ധി ഇല്ലാതെ നമ്മൾ ലെയ്ഡ് ബാക്കായിരുന്ന് നമുക്കെന്താണ് വേണ്ടത്. ഇത് ഞാൻ പണ്ട് ഒരിടത്ത് വായിച്ചൊരു കാര്യമാണ്, ഈ എന്തോ ഡിജിറ്റൽ നൊമാഡെന്നോ അങ്ങനെ എന്തോ ഒരു കൺസെപ്റ്റ്. അവർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കും. ലൈഫ് സ്റ്റൈൽ തീരുമാനിച്ചിട്ട് ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അവർ റെട്രോസ്പെക്റ്റീവായി ഈ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര കാശ് വേണം, എന്ത് വേണം എന്ന് ആലോചിച്ച് അതിനനുസരിച്ചുള്ള ജോലി സ്കില്ല് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ സ്കില്ല് പഠിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞ അത്രയൊന്നും ചെയ്യണ്ട, പക്ഷേ ഏറ്റവും മിനിമമായിട്ട് നമുക്ക് ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത്രയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് എനിക്കൊരു അമ്പലത്തിൻ്റെ സൈഡിൽ പോയി ഇരിക്കാനും വൈകിട്ട് കുറച്ചേരം ഇരിക്കാനും കഥകളി കാണാനും അങ്ങനെയൊക്കെയാണ് എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാനത് നോക്കിയാൽ മതി. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ എനിക്ക് കിട്ടുന്ന ഫീഡുകളിലെല്ലാം നോക്കിയിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് ഞാൻ കുറച്ചും കൂടെ ആവണം, കുറച്ചും കൂടെ പ്രൊഫഷണലി ആവണം എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഫീഡിൻ്റെ കൂടെ പോവുകയാണ്. സോ ഫീഡിൻ്റെ കൂടെ പോയാൽ ഈ പറയുന്ന സമൂഹം ഞാനായി മാറും. പോളറൈസ് ചെയ്യുന്ന മാനിയാക്സിനെ ആക്ച്വലി കൂടുതൽ ഫേവർ ചെയ്യുന്ന ആ സമൂഹം നമ്മളായി മാറും. അതെ, നമ്മൾ ഈ ലോകത്ത് വെറുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഏറ്റവും മുന്നിൽ വരുന്ന വ്യക്തികളിൽ ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ. അയാളൊരു സ്വേച്ഛാധിപതി എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. പക്ഷേ ഹിറ്റ്ലറിൻ്റെ ഒരു ബാല്യകാലം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് അനുഭവിച്ച ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുൻ തലമുറക്കാരായ ജ്യൂസ് അവരെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബ്രോക്കൺ ഫാമിലിയിൽ അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ, പിന്നീട് വരുമ്പോൾ ഒരു കലാകാരൻ, ഒരു ചിത്രകാരനാകണം എന്നാഗ്രഹിച്ച് പെയിൻറ്റിങ് അക്കാഡമിയിൽ ചേരുന്നു. ഇപ്പോഴും ഹിറ്റ്ലർ വരച്ച പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഷോക്കായി പോകും, ഈ വ്യക്തിയാണോ ഇത്ര വലിയൊരു സ്വേച്ഛാധിപതി ആയത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഓരോ ക്രിമിനലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വേച്ഛാധിപത്യം, പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരെ അവരെ ഏതെങ്കിലും തരത്തിൽ രൂപാന്തരപ്പെടുത്താൻ നമ്മുടെ സൊസൈറ്റിക്ക് ഒന്നിച്ച് സാധിക്കുമോ? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ സാഹചര്യങ്ങൾ കാരണമാണോ ചില വ്യക്തികൾ ബേസിക്കലി നല്ല സ്വഭാവം ഉള്ള ആൾക്കാർ എന്ന് നമുക്ക് തോന്നുന്നവർ പോലും ക്രിമിനലുകളായി മാറുന്നത്? നിർബന്ധമില്ല. അതായത് ഇപ്പം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സൈക്കോപ്പത്തോ സോഷ്യോപത്തോ അങ്ങനെ ആവുന്ന ആൾക്കാരെല്ലാവരും സൈക്കോപ്പത്സും സോഷ്യോപത്സും ഒരു കാരണവശാലും അവരുടെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ബ്രോക്കൺ അങ്ങനെയാണെങ്കിൽ ബ്രോക്കൺ ഫാമിലിയുള്ള എല്ലാവരും ക്രിമിനൽസ് ആവണ്ടേ? അങ്ങനെയൊന്നുമില്ല. ക്രിമിനൽസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ജനറ്റിക്കലി നിങ്ങൾക്ക് ഗിൽട്ട് ഫ്രീ ആയിട്ട് ഒരാളെ ഉപദ്രവിക്കാൻ തോന്നാൻ കഴിവുണ്ടെങ്കിൽ, അതൊരു കഴിവെന്ന് പറയണം, കാര്യം ബാക്കി നമുക്കൊന്നും കഴിവില്ല. അപ്പോൾ കഴിവുണ്ടെങ്കിൽ ഗിൽറ്റ് ഫ്രീ ആയിട്ട് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, ഗിൽറ്റ് ഫ്രീ ആയിട്ട് ഒരാൾക്ക് ഫൈനാൻഷ്യൽ നഷ്ടം ഉണ്ടാക്കുകയും അതിൽ കുറച്ച് സമാധാനം കണ്ടെത്താനും അതിലൊരു ഗിൽറ്റും തോന്നാതിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരിതുണ്ടെങ്കിൽ അവർ അവരുടേതായ രീതിയിലുള്ളൊരു കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. അത് യൂഷ്വലി അത് അത്ര വലിയ കോമൺ ഫിനോമിനൻ അല്ല, അത് അത്യാവശ്യം നല്ല റെയറാണ്. അങ്ങനെ എല്ലാവരും ഒന്നും ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അബ്യൂസ് ചെയ്യുന്ന കാരണം, ഈ ടേംസിനെയൊക്കെ അബ്യൂസ് ചെയ്യുന്ന കാരണം വഴിയെ പോകുന്ന കുറച്ചൊന്നും മിണ്ടാതെ നടക്കുന്ന പയ്യനെയും ഇച്ചിരി താടി നീട്ടി വളർത്തുന്ന പയ്യനെ എല്ലാം പിടിച്ച് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ലേബൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ആണോ ഒരാളെ ക്രിമിനൽ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ സിറ്റുവേഷൻസ് ഒരാൾക്കൊരു സ്ട്രെസ് ഫാക്ടർ മാത്രമോ, അതുകൊണ്ട് ആരും ക്രിമിനൽ ആവുന്നൊന്നുമില്ല. പക്ഷേ സോഷ്യൽ സിറ്റുവേഷൻസ് ഞാൻ നേരത്തെ അന്ന് പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ കോംപ്രമൈസ് ചെയ്ത് അയാളെ ഒരു പരിധി കൂടുതൽ ടോർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹി മൈറ്റ് കമ്മിറ്റ് ആൻ ആക്ട് വിച്ച് ഈസ് നോട്ട് ലീഗൽ. ശരിയാണ്. പക്ഷേ അപ്പോൾ ദ ഫസ്റ്റ് ആക്ട്, ആദ്യത്തെ ആ ആക്ട് ഉണ്ടാകുമ്പോൾ തന്നെ പുള്ളിക്കോ പുള്ളിയുടേതായ ഫാമിലിക്കോ പ്രോപ്പർ ഹെൽപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിനുള്ള സിസ്റ്റമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുണ്ടായിക്കോട്ടെ. സൊസൈറ്റി ഒറ്റയടിക്ക് പെട്ടെന്ന് ഒരു ചെന്നാക്കൊന്നും പറ്റത്തില്ല. പക്ഷേ അങ്ങനത്തെ സ്ട്രെസ് ഫാക്ടേഴ്സ് കൊണ്ടോ പ്രേരണ കൊണ്ടോ പുള്ളി ഒരു ആക്ട് ചെയ്താൽ, സ്റ്റീലിംഗ് ആവാം, ഇനി ആരെങ്കിലും ഉപദ്രവിക്കുന്നതാവാം, കാശിന് വേണ്ടി ചെയ്യുന്നതാവാം, അങ്ങനെ ചെയ്താൽ ആ ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന ആളെ കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലത്തെ സിമിലർ ആൾക്കാരുടെ കൂടെ ഇട്ട് അത് ട്രീറ്റ്മെൻറ്റ് ആവത്തില്ല, അതൊരിക്കലും ഒരു റീഹാബിലിറ്റേഷൻ ആവത്തില്ല. സോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് വി മൈറ്റ് ബി ക്രിയേറ്റിംഗ് മോർ കയോസ് ദാൻ വി എക്സ്പെക്റ്റ്.
അത് സത്യമാണ്. റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ആക്ട് ഒരു കൊച്ചിലെ ഒരു 12 ഇയർ ഓൾഡായിട്ടോ 13 ഇയർ ഓൾഡായിട്ടോ ഒരു 18 ഇയർ ഓൾഡായിട്ടോ ഒരു ജുവനയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ആക്ടിന് അയാളെ പിന്നെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അയാളെ മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് ഗ്രാൻഡ് സ്കെയിലപ്പ് ചെയ്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ പ്രവൃത്തിയാണ്. പക്ഷേ അയാളെ കൃത്യമായി അയാളെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുകയും അയാൾക്ക് വേണ്ട സൈക്കോളജിക്കൽ ഹെൽപ്പും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള കുറേ ഒരു പരിധി വരെ ആൾക്കാരെ വളരെ വലിയ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന നമ്മുടെ നേഷൻ്റെ GDP കൂട്ടുന്ന ഒരു സംഭവമാക്കി മാറ്റിയെടുക്കാനും ഒക്കെ പറ്റും. ഒരാളുടെ വ്യക്തിത്വം ഇപ്പം നമ്മൾ പറഞ്ഞ് ക്രിമിനൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതിലൊക്കെ ഉപരിയായിട്ട് ഒരാളിൻ്റെ വ്യക്തിത്വ വികസനത്തിൽ ഒരു ഫാമിലിക്കും സൊസൈറ്റിക്കും ഉള്ള ഒരു പങ്ക് അത് നല്ലൊരു റോളില്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സമൂഹം മാറണമെന്ന് ഡോക്ടറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഇപ്പം സമൂഹത്തിനോ ഫാമിലിക്കോ പേഴ്സണാലിറ്റിയിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പങ്കുണ്ട്, ഇല്ലെന്നല്ല, ഉറപ്പായിട്ടും. പക്ഷേ മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലെ നല്ല പേഴ്സണാലിറ്റി ഇതാണ്, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പം നിങ്ങളൊരു കുട്ടിയെ വളർത്തുവാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല കുട്ടിയല്ലേ വളർത്തുന്നത്. ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള കുട്ടി ഇങ്ങനെ ആയിരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിൽറ്റ് അടിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് രണ്ടിനും ഒരു അലൈൻമെൻറ്റ് വരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ റെസ്പെക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അവന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊരു പരിപാടി അങ്ങോട്ട് നോക്കുക വേണ്ട. ആ പേഴ്സണാലിറ്റി എന്തായാലും അഫക്റ്റഡ് ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം സൊസൈറ്റിക്കോ ഫാമിലിക്കോ വലിയ റോളുണ്ട്. ആക്ച്വലി ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു സേക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷനാക്കി വെക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ഇപ്പോൾ നമ്മൾ സേക്രഡ് നേച്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അമ്പലത്തിനകത്ത് ആരെങ്കിലും കൊണ്ട് ആയുധം വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്ത് ആദ്യം അമ്പലത്തിനെ ചോദ്യം ചെയ്ത് നടക്കുക. അപ്പോൾ അതുപോലെയാണ് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പിടിച്ചങ്ങ് സേക്രഡ് ആക്കരുത്. ഇപ്പോൾ ഡോക്ടർ ഒരു ദൈവികവും വേണ്ട, ഒരു ദൈവികത അതിന് കൊടുക്കണ്ട. ഡോക്ടർ എന്നുള്ളതിന് ദൈവികത കൊടുത്ത അടിയാണ് അവിടെ കിട്ടുന്ന ഒരു സൈഡിൽ. അപ്പം ദൈവികത കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമില്ല എന്ന് മാത്രമല്ല, ദൈവികത കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്ന മോശം പ്രവൃത്തികളെയും കൂടെ റാഷണലൈസ് ചെയ്യുവാണ്. സോ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഒരു വളരെ സോഷ്യൽ അക്സെപ്റ്റൻസും വളരെ ഒരു സേക്രഡ് സംഭവം കൊടുത്താൽ ഫാമിലി ഇല്ലാത്തവൻ ആൻറ്റി സോഷ്യലായില്ലേ? ഇപ്പോൾ ഫാമിലി ഇല്ലാത്തവർ ആൻറ്റി സോഷ്യൽ ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു അത് ക്രിസ്ത്യനിക്കൊക്കെ ഫ്രണ്ട്സോ കൊളീഗ്സോ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഒരു സിംഗിൾ ആൾ കൊച്ചിയിൽ ചെന്നിട്ട് ഒരു എവിടെയെങ്കിലും സ്റ്റേയ്ക്കോ കാര്യങ്ങൾക്കോ ചോദിച്ചു കഴിഞ്ഞാൽ ഹീ ഈസ് ആക്ച്വലി ബീങ് ഒരു ചെക്ക്ഡ് ഫോർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്ഡ് ഫോർ ഹിസ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ആൻറ്റി സോഷ്യൽ ആണോ എന്ന് ആദ്യം നോക്കുന്നത്. ഇനി അല്ലെങ്കിൽ പിന്നെ അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കണം. അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ നോക്കണ്ട. ഹി വിൽ ഈവൻ ഇഫ് ഹി ഹാസ് ദ പ്രിവിലേജ്, ഈവൻ ഇഫ് ഹി ഹാസ് ദ റിസോഴ്സസ്, ഹി വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. അപ്പം ഫാമിലിക്ക് അകത്ത് വളരുന്ന കാര്യങ്ങൾ എല്ലാം മാത്രം നല്ലത് എന്ന് സേക്രഡാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നടക്കുന്ന അബ്യൂസുകളോ ഇതിനകത്ത് നടക്കുന്ന മോശമായ പത്തോളജിക്കൽ പാറ്റേൺസ് ഓഫ് പേരൻറ്റിങ്ങോ ആരും അറിയാതെ പോകും. അപ്പം ഇതറിയണമെങ്കിൽ ഒന്നുകിൽ ഈ ഫാമിലികൾ തമ്മിൽ സംസാരിക്കണം. ഈ ഫാമിലികൾ തമ്മിൽ സംസാരിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അത് നമ്മുടെ കൾച്ചർ അനുവദിക്കുന്നില്ല. പറയുന്നത് ഒരു ഫാമിലിയിലുള്ള കാര്യം വേറൊരാളോട് പോയി പറയുന്നത് തന്നെ ഭയങ്കര ആക്ഷേപിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. സോ അത് അവിടെ ഇല്ല. ഇനി എന്നാൽ ഈ ഫാമിലിയിലുള്ളവർ പോയി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നുണ്ടോ? അതും ഇല്ല. അപ്പോൾ പിന്നെ ഫാമിലിയിലുള്ളവർ ഒന്നെങ്കിൽ ഇത് പഠിക്കണം, അല്ലെങ്കിൽ അവർ അറിയാവുന്നവരോട് പോയി ചോദിക്കണം, അല്ലെങ്കിൽ ദേ ഷുഡ് ഡു നത്തിങ്. ഒന്നും ചെയ്യരുത്. മാറി മറ്റേ കൊച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ വളരട്ടെ എന്ന് വെച്ച് വിചാരിക്കണം. പക്ഷേ എല്ലാ ഫാമിലീസും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. ഇഷ്ടംപോലെ നല്ല ഫാമിലീസുണ്ട്, നല്ല ടെമ്പറമെൻ്റുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരു പേരൻ്റെങ്കിൽ ഒരു പേരൻ്റെ ടെമ്പറമെൻറ്റ് നന്നായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കൊച്ചുങ്ങൾ വളരും. പക്ഷേ അത് വളരത്തില്ല. അതിനെ ഒരു ഭയങ്കര ലിമിറ്റഡ് ആക്കി ഒരു ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റി ആക്കി മാറ്റും വിത്ത് മെനി അതർ സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്. ഒരു അഡോളസൻ്റ് ആയിട്ട് ഇങ്ങനെ പേരൻ്റ് ചെയ്യുവാണെങ്കിലോ, മോശം രീതിയിൽ പേരൻ്റ് ചെയ്യുവാണെങ്കിലോ, അവർക്ക് ഏതെങ്കിലും ഒരു പേരൻറ്റിന് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല. അപ്പം അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്താണെങ്കിൽ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ റൈറ്റാണ്. അവിടെ ഒരു കൊച്ചിനെ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കർ വന്ന് കാണുകയും അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ വന്ന് കാണുകയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കൊച്ചിൻ്റെ ഏതെങ്കിലും അവഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോഴേ റെഫർ ചെയ്യുവാണ്. ഈ റെഫറലിന് കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടുകാർക്കെതിരെ ആക്ഷൻ നടക്കും. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ആ കൊച്ചിൻ്റെ വളർച്ചയ്ക്ക് അവർ കൊടുക്കാൻ കാര്യം സ്റ്റേറ്റിൻ്റെ റൈറ്റാണ്. ഇത് നാളെ നമുക്ക് ഇൻകം ഉണ്ടാക്കി തരേണ്ടതാണ്. ഈ സിവിലൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇത്ര ഇമ്പോർട്ടൻസ് ആ കൊച്ചുങ്ങൾക്കുണ്ട്. നമ്മുടെ ഇവിടെ കൊച്ചുങ്ങൾ പേരൻസിൻ്റെ റൈറ്റാണ്. പേരൻസിൻ്റെ റൈറ്റായിട്ടോ, പേരൻസ് എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റായിട്ട് ഒരിക്കലും ഒരു കൊച്ചിനെ കൊടുക്കാൻ പാടില്ല.
നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തത്തില്ലേ. അപ്പോൾ പിന്നെ ഒരു കൊച്ചിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കൊച്ചിനെ ഉണ്ടാക്കുന്ന കൊച്ചിനെ ബേസിക്കലി വളർത്താനും കൂടെ ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ വളർത്താനുള്ള മാനസിക നില കറക്റ്റാണോ എന്ന് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫാമിലി എന്നൊരു സേക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് മോശം കാര്യം ഉണ്ടായാലും എന്ത് പത്തോളജിക്കൽ പാറ്റേൺസ് ഉണ്ടായാലും അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഇൻ്റർവെൻഷൻ ഇല്ല. സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഫാമിലിക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് എടുത്ത് സീക്ക് ചെയ്ത് ചെയ്യാൻ കേരളമാണ്, ഇവിടെ ഹെൽപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതാരും ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, ആ ഫാമിലി അനുശാസിക്കുന്ന നിയമങ്ങൾ ഒരു സത്യമായി മാറും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാറിയാൽ നല്ലതായിരിക്കും, മാറുമായിരിക്കും. അതെ, അടിസ്ഥാനപരമായിട്ട് ഡോക്ടറാണെങ്കിലും ഞാനാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആരും തന്നെ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അസന്തുഷ്ടരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു ടേം, സന്തോഷത്തിൻ്റെ സ്റ്റിയറിങ്, അത് നമ്മുടെ കയ്യിലാണോ? ഞാൻ ഒരു മനോഹരമായ വാക്ക് കേട്ടു, ഹാപ്പിറ്റ്യൂഡ്. അതായത് ഹാപ്പിനെസ് ഈസ് റിലേറ്റഡ് ടു യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതൊരു ചോയ്സാണ് എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ സ്റ്റിയറിങ് എൻ്റെ കയ്യിലാണോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലെന്ന് ഞാൻ ഒരു ക്ലോസ് വെച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോൾ എനിക്ക് 15-ാം വയസ്സിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്കറിയാൻ ഒരു വഴിയില്ല. ഞാൻ ഈ ഡോക്ടറായപ്പോലും എനിക്കറിയാൻ വഴിയൊന്നുമില്ല. ഞാൻ ഈ ഫീൽഡിലോ അല്ലെങ്കിൽ എനിക്ക് ഫീൽഡിൽ അറിയാവുന്ന ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ചാൻസ് ദെയർ. അപ്പം അതുപോലെ നമുക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സമാധാനം എന്നാണ് നമ്മൾ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെ ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ കൊള്ളാം, നല്ല കാര്യം. പക്ഷേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ക്ലോസുകൾ, വേറെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ ചോയ്സസ് നമുക്ക് ഉറപ്പായിട്ടും ഡീവിയേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അതിനെ ആക്റ്റീവ്ലി എൻവയോൺമെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാം, നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാം, പ്രൊവൈഡഡ് യു നോ വാട്ട് ഈസ് എ ക്രൈറ്റീരിയ. അതായത് നിങ്ങൾക്കിപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമായിരിക്കും. സമാധാനമാണെന്നുണ്ടെങ്കിൽ അതിന് വേറെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം കരിയർ സക്സസ് ആയിരിക്കും. കരിയർ സക്സസ് ആണെങ്കിൽ വേറെയാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ടൈം ടു ടൈം. അതായത് നിങ്ങൾക്ക് 20 വയസ്സിലുള്ള സക്സസ് ഹാപ്പിനെസ് ആണോ ഇപ്പോൾ? അല്ല. സോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണോ സക്സസ്, എന്താണോ ഹാപ്പിനെസ് എന്ന് വിചാരിക്കുന്നത്, അതിനെ അറ്റൈൻ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുമ്പോൾ അത് ഡൈനാമിക്കാണ്, അത് ഇവോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു സ്പേസും കൂടി ഇട്ടേക്കുക. ആ സ്പേസ് ഇട്ടിരുന്നാൽ നമ്മൾ റിജിഡ് ആവത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ 30-ൽ വിചാരിക്കും നമ്മൾ സൂപ്പറാണ്, നമ്മുടെ അത്രയും ഹാപ്പിനെസ്സോ കാര്യങ്ങളോ വേറെ ആർക്കും അറിയത്തില്ല, ഇത്രയും ജീവിത ബുദ്ധി നമുക്ക് 20-ാം വയസ്സിലുണ്ടായിരുന്നു നമ്മൾ തകർത്തേനെ. 40-ൽ വിചാരിക്കും നമുക്ക് കുറച്ചും കൂടെ മെച്യൂരിറ്റി 30-ലുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അങ്ങ് തകർത്തേനെ. അങ്ങനെ ദി സീക്വൻസ് ഗോസ് ഓൺ. സോ വെൻ എവർ ഇൻ വാട്ട് എവർ ഡയമെൻഷൻ ഓൺ വാട്ട് എവർ ടൈം യു ആർ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ റിജിഡ് ബിലീഫ് സിസ്റ്റം ആവാതിരിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനമോ സന്തോഷമോ കരിയർ സക്സസ്സോ എന്താണെങ്കിലും വാട്ട് എവർ ക്രൈറ്റീരിയ ദാറ്റ് യു മേക്ക് ഫോർ ദ സക്സസ് ഓർ ഹാപ്പിനെസ് റൈറ്റ് നൗ, അതിൻ്റെ കൂടെ ഒരു കുറച്ച് സ്പേസും കൂടി ഇട്ടേക്കുക. ഇത് മാറാൻ സാധ്യതയുണ്ട്, നമ്മൾ തന്നെ ഇത് മാറ്റാൻ സാധ്യതയുണ്ട്, ഇതേ തിയറി നമ്മൾ തന്നെ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്പേസും കൂടി ഇട്ടാൽ നമുക്ക് ഗ്രോത്തിനുള്ളൊരു വഴിയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ എൻ്റെ ബോസ് എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല. അയ്യോ എന്ത് പറ്റി പുള്ളി എന്നോട് ചിരിക്കാൻ, ഇന്നലെ ഞാൻ എന്തെങ്കിലും ചെയ്തതിൽ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് ചെയ്യാൻ ചെയ്ത എന്തെങ്കിലും പ്രശ്നമാണോ, എന്നോട് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നമാണോ, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ് എന്നോട് ചിരിച്ചില്ല, ഒന്ന് ഹായ് പറഞ്ഞില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെട്ടു. ഇത് പേഴ്സൺ, ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ കൊച്ചിന് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഇന്നടത്തു നിന്നെ ഒരു പ്രഷർ ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കൊരു അസുഖമാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് മറ്റുള്ളവരുടെ പെരുമാറ്റം, മറ്റുള്ളവർ ഏത് രീതിയിലാണോ അത് വെച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് മിക്കവരും ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറിലും കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ സന്തോഷത്തിനെ പ്ലേസ് ചെയ്താൽ അതൊരു പരിധി കൂടുതൽ ഓടത്തില്ല. കാരണം പിന്നെ ആ ആളുടെ മൂഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ മൂഡ് മാറും. അത് ബോസിൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും. അപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറിലും വെക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം, കറണ്ട് പോകുമ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളെ ആലോചിച്ച് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ഓർ ലെസ് ഹാപ്പിനെസ്. പക്ഷേ ഇത് എല്ലാ കാലത്തും എല്ലാ സമയത്തും ഈ ഒരു ഐഡിയ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. കാര്യം നമ്മൾ ജീവിക്കുന്ന ഒരു ഫീൽഡിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ജഡ്ജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് തോന്നും, ഇതാണോ അതാണോ, നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. അപ്പം ഈ തെറ്റും ശരിയും കാര്യങ്ങളിൽ നമുക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ടെൻഷൻ ഇല്ലാതെ പോകും. പക്ഷേ ഈ ഗൈഡൻസോ മെൻറ്റർഷിപ്പോ തെറ്റായ ആൾക്കാരാണ് കൊടുക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയും കാര്യങ്ങളും കൂടുതൽ കൊണ്ടുവന്ന് ഫിക്സേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ കാര്യമില്ല. പക്ഷേ അൺലെസ് അതർവൈസ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ എക്സ്റ്റേണൽ അല്ലാത്ത ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം സന്തോഷം ഫിക്സ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്.
റാദർ ദാൻ ഫിക്സേറ്റിംഗ് ഇറ്റ് ഓൺ എക്സ്റ്റേണൽ തിങ്സ്. അതെ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ മോഡേൺ ലൈഫിനെ ക്ലിക്ക് ആൻഡ് കോൾ ലൈഫ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ എല്ലാം ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ അറിയുക, ക്ലിക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ കാണുക. അത് മൊബൈൽ ഫോൺ ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് സ്ക്രീൻ ആണെങ്കിലും കോൾ ഏത് സമയത്ത് നമുക്കൊരാളിനെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പോ അങ്ങനെ സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ ക്ലിക്ക് ആൻഡ് കോൾ ലൈഫിനിടയിൽ നമുക്ക് ഈ പറയുന്ന പോലെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും ആ രീതിയിലുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രശ്നമാകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പലരും പലപ്പോഴും ഈ പറയുന്ന ക്ലിക്ക് ആൻഡ് കോളിലേക്ക് മാത്രം ഒതുങ്ങുന്നു. പണ്ടൊക്കെ നമ്മൾ ഒരാളിനെ കാണുക, ഒന്ന് ചേർത്ത് നിർത്തുക, ഒരു ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് തോളിൽ തട്ടി അഭിനന്ദിക്കുക, ഇതൊക്കെ ഈ ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ സോഷ്യൽ ലൈഫ് എന്ന് തന്നെ കോവിഡിന് ശേഷം വെർച്വൽ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ വെർച്വൽ ലൈഫ് എന്നുള്ള സംഭവത്തിന് നമ്മളൊരു പരിധി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സോഷ്യൽ ലൈഫ് മൊത്തത്തിൽ വെർച്വൽ ലൈഫാകും. ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ടുണ്ട്, ഇനി എൻ്റർടൈൻമെൻറ്റ് ഫ്രം ഹോം ആയിട്ടുണ്ട്, ഇനി ഈവൻ സോഷ്യലൈസേഷൻ ഫ്രം ഹോം ആയിട്ടുണ്ട്. സോ ഓരോ മനുഷ്യൻ്റെയും ചോയ്സാണ് വെദർ ടു ചൂസ് എ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ദെയർ സീരിയസ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി. ഇല്ല, വെർച്വൽ റിയാലിറ്റി തന്നെയാണ് കൂടുതൽ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സോഷ്യൽ ഏലിയനേഷൻ. നമുക്ക് ആൾക്കാരിൽ നിന്ന് എത്ര അടുപ്പമുണ്ടെങ്കിലും, ഇപ്പം നിങ്ങൾ സ്ക്രീനിലാണ് കൂടുതൽ ജീവിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോളിൽ മാത്രമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സോഷ്യൽ ഏലിയനേഷൻ ഫീൽ ചെയ്യും. ആ ഏലിയനേഷൻ കാരണം നമുക്ക് പിന്നെ ഡിപ്രസ്ഡ് ആവാനോ അതിന് അനുസരിച്ചുള്ള വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. സോ ഇൻ പേഴ്സൺ ഹഗ് ചെയ്യുകയും ആൾക്കാരോട് ഇരുന്ന് സംസാരിക്കുകയും ഈവൻ ഇഫ് ഇറ്റ്സ് ഓവർ 1 or 2 ഡ്രിങ്ക്സ് എങ്ങനെയാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ ആണെന്ന് തന്നെ. കാര്യം എവ്രിബഡി പ്രിഫർ ഓൺലൈൻ അല്ലെങ്കിൽ വെർച്വൽ. അതെ. ഇനി നമ്മുടെ സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ഗസ്റ്റിനോടും നമ്മൾ ചോദിക്കുന്നതാണ്. ഡോക്ടർ എങ്ങനെയാണ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? എൻ്റെ പേഴ്സണൽ ആണെങ്കിൽ സമാധാനം. സക്സസ് ഈസ് ഈക്വൽ ടു സമാധാനം വിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ബൈ ഡിഫോൾട്ട് നമ്മുടെ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യുവാണ്. അപ്പം അതിപ്പം ഒക്കുപ്പേഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും സമാധാനം ഒരു പരിധി കൂടുതൽ കോംപ്രമൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞ പോലെ സമാധാനം ഒരു പരിധി കൂടുതൽ കോംപ്രമൈസ്ഡ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോകും. പിന്നെ നാളെ 40s ശേഷം അല്ലെങ്കിൽ 50s ശേഷമുള്ള സമാധാനം എന്നുള്ള രീതി വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്കതിനുള്ള വലിയ ഉറപ്പുകളൊന്നുമില്ല. അപ്പം ഇപ്പോഴത്തെ സമാധാനം അങ്ങനെ തന്നെ പറയണം, സക്സസ് ഈസ് ഈക്വൽ ടു സമാധാനം അറ്റ് പ്രസൻറ്റ്. സമാധാനം അറ്റ് പ്രസൻറ്റ് ഉണ്ടോ, യു ആർ സക്സസ്ഫുൾ. ഇല്ലയോ, ആക്ച്വലി യു ആർ നോട്ട് സക്സസ്ഫുൾ എന്നല്ല, യു ഷുഡ് ബി സീക്കിംഗ് ഹെൽപ്പ്, അല്ലെങ്കിൽ യു ഷുഡ് ബി ടോക്കിംഗ് ടു പീപ്പിൾ. അത്രയെങ്കിലും മതി. അതെ. അപ്പോൾ ഡോക്ടറെ വളരെ നന്ദി. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊക്കെ വർത്തമാന കാലത്തിൽ, അതായത് ഈ മിനിറ്റിൽ ഈ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമായും സന്തോഷമായും ഇരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു.